മഞ്ചാടിക്കുരു എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ മഞ്ചാടി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. കുട്ടികൾ നിലത്തിരുന്ന് മുട്ടുകുത്തി ഓരോ മഞ്ചാടിയും തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ വേരുകളിലേക്ക് ഇറങ്ങിപ്പോയി ഓരോ മഞ്ചാടിക്കുരും തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു എക്സ്പ്ലോറേഷനാണ്, നമ്മുടെ വേരുകളിലേക്കുള്ളൊരു എക്സ്പ്ലോറേഷനാണ്. അതിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കുറേ നന്മകളുണ്ട്. അപ്പോൾ ആ നന്മകളൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കണം. ആൻഡ് അതിന് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് ആലോചിച്ചാൽ മതി നമ്മൾ. അപ്പോൾ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ മീനിങ് ഓഫ് ഇറ്റ്. കുട്ടികളോടുള്ള ആ ഒരു കുട്ടികളിലൂടെ ഒരു കഥ പറച്ചിൽ, അതിൻ്റെ ഒരു ചോയ്സിന് ഒരു വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു വിശ്വാസം, നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ നമ്മൾ എത്രയോ നല്ല ആൾക്കാരായിരുന്നു. നമ്മൾ മുതിർന്ന് വരുമ്പോൾ നമുക്കൊക്കെ മുഖംമൂടികൾ വരുന്നുണ്ട്, നമുക്കൊക്കെ ഒരു തരം കണ്ടീഷനിങ് വരുന്നുണ്ട്, നമുക്കൊക്കെ എല്ലാം ഒരു കറുപ്പിലും വെളുപ്പിലും ഒതുങ്ങുന്ന ഒരു ലോകമായി തീരുന്നു. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെയില്ല. അവർക്ക് എന്തും ചോദിക്കാം, അവർക്കൊന്നും അറിയില്ല എന്നാണ് എല്ലാവരും വിചാരിക്കാറ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് കുട്ടികൾക്ക് മുതിർന്നവരെക്കാട്ടും എത്രയോ അധികം വിവരമുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ജഡ്ജ്മെൻറ്റിലല്ല. അവരതേപോലെ ഒരു കാര്യം കണ്ടാൽ അവർ എത്രയോ അധികം ആക്സെപ്റ്റിംഗ് ആണ്. ഒരാളായിട്ടൊരു തർക്കം ഉണ്ടായാൽ അതിനെ മറികടന്ന് അതൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാണ്. മുതിർന്നവർക്ക് പലപ്പോഴും ഇതൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികളുടെ കാഴ്ചപ്പാടിന് നമ്മുടെ അതേ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളൊരു ലോകമാണ് ഈ സിനിമയിൽ കാണുന്നത്. പക്ഷേ അത് കുട്ടികളുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അത് വളരെ മാറുന്നുണ്ട്. അതിൽ വേറെ തന്നെ നിറങ്ങളാണ് കയറി വരുന്നത്. അപ്പോൾ അത് കാണിക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻലി. അപ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് പഠിക്കാൻ പറ്റി അങ്ങനെ ഒരു ഫിലിം ചെയ്തപ്പോൾ. ഇത് വേറെ തന്നെ ഒരു രീതിയിലാണല്ലോ, അതിൻ്റെ ക്യാമറയാണെങ്കിലും എല്ലാം തന്നെ. ഇപ്പോൾ സ്റ്റീവൻ സ്പീൽബർഗ് അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിൽ സെറ്റ് ചെയ്തത് ക്യാമറ. E.T.യിലായിരുന്നു. ഇറ്റ് വാസ് ഇൻ E.T. എന്ന ഫിലിം വാസ് സംതിങ് ആബ്സല്യൂട്ട്ലി ന്യൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിനായിരുന്നു ഫുൾ ഫിലിം കണ്ടുകൊണ്ട് വന്നത്. ആൻഡ് ഇത്രയും ഒരു സിമ്പിൾ ആയ കാര്യം ആരും ഇതുവരെ എന്തേ ശ്രദ്ധിച്ചില്ല. ആ ക്യാമറ ആ ഒരു ഹൈറ്റിൽ എന്തുകൊണ്ട് സെറ്റ് ചെയ്തില്ല? Now, that's something so simple. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പടത്തിൻ്റെ ലൊക്കേഷൻ തിരയാൻ പോയപ്പോൾ എത്രയോ അധികം തറവാടുകളിൽ കയറി ഇറങ്ങി. അവിടെയൊക്കെ ഒരു പ്രായമായിട്ടുള്ള അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള അമ്മച്ചിയോ ഇല്ലെങ്കിൽ രണ്ടുപേരും പ്രായമായിട്ട് തനിച്ചിരിക്കുന്ന ഒരു സൈറ്റാണ് എല്ലാവിടെയും കാണാൻ സാധിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞു തരാം, മോളെ അടുത്ത മാസം ഈ തറവാട് പൊളിക്കുകയാണ്, ഞങ്ങൾ ഒന്നെങ്കിൽ ആശ്രമത്തിലേക്ക് പോവുകയാണ്, ഇല്ലെങ്കിൽ മോൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഈ തറവാട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്, പക്ഷെ ഇത് വിൽക്കാൻ ആളെ നോക്കുകയാണ്, ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് കണ്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തറവാട് ഇപ്പോൾ പൊളിച്ച് റിസോർട്ടാക്കാൻ പോവുകയാണ്. ഇതാണ് എല്ലാവിടെയുള്ള അവസ്ഥ. ആൻഡ് ദാറ്റ്സ് റിയലി സാഡ്. ബിക്കോസ് ഈ തറവാടുകളുടെ അവകാശികൾ പോലും ഇരിക്കുന്നത് കാനഡയിലും ബ്രസീലിലും അവിടെയൊക്കെയാണ്. അവരിതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് ഇപ്പോൾ കൂടെ അങ്ങനെ ഒരു ട്രാജഡി വരുമ്പോൾ നാട്ടിലേക്ക് വരിക എന്നല്ലാതെ ആ ഒരു റൂട്ട്സ് നിലനിർത്തുക, അതിനൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. അവരുടെ പ്രയോറിറ്റീസ് വ്യത്യാസപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയാണ് ഒരു മെജോറിറ്റി എടുത്താൽ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. പിന്നെ ഒരു മൈനോറിറ്റി ഉണ്ട്, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പുറമേ ജീവിച്ചിട്ട് പോലും നമ്മൾ തീരുമാനിക്കുന്നില്ല നാട്ടിലേക്ക് തിരിച്ചു വരണം, നാട്ടിൽ ജീവിക്കണം, കഴിയുന്നത്ര ഇന്ത്യയിൽ നിൽക്കണം, പേരൻസിൻ്റെ കൂടെ നിൽക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ വളരെ ചുരുക്കം, വെരി ഫ്യൂ. ഞാൻ പറയില്ല ഇതാണ് ശരിയെന്നോ അതാണ് ശരിയെന്നോ ഞാൻ പറയില്ല. ഇപ്പോൾ എൻ്റെ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും അവർ ഇന്ത്യക്ക് പുറമെയാണ്. അത് ഓരോരുത്തരുടെ ചോയ്സ്. പക്ഷെ നമ്മുടെ ലൈഫ് എന്തായി തീരും അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഐ തിങ്ക് ആ ഒരു പ്രയോറിറ്റീസ് അത് ആരും ഒന്നും ചിന്തിക്കാണ്ട് എടുക്കരുത് ഡിസിഷൻസ്. നമ്മളിതെല്ലാം തിരിച്ചറിയണം. അപ്പോൾ എനിക്ക് അറിയണ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വെളിയിൽ പോയിട്ട് സെറ്റിൽ ചെയ്തിട്ട് അവരുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ കൾച്ചർ ഇല്ല, അമേരിക്കൻ കൾച്ചറായി പോകുന്നു എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ ചോയ്സ് ദേ മെയ്ഡ്. അതിന് കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരായിട്ട് പേരൻസായിട്ട് തീരുമാനിച്ചിട്ട് വെളിയിൽ പോയി സെറ്റിൽ ചെയ്താൽ ആ കുട്ടികൾക്ക് നാട്ടിൻപുറത്തെ കൾച്ചറൊന്നും വരില്ല. ഇറ്റ്സ് ജസ്റ്റ് വെരി നാച്ചുറൽ. സോ ഐ തിങ്ക് നമ്മളൊക്കെ ഒന്ന് ഇത്തിരി കോൺഷ്യസ് ആവണം. നമ്മുടെ ഡിസിഷൻസ് എവിടെ ചെന്ന് എത്തും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കോൺഷ്യസ് ആവണം. നമ്മുടെ ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ, എന്തൊക്കെയോ നേടാനുള്ളൊരു ഓട്ടത്തിൽ നമുക്ക് എല്ലാ ട്രെഷേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. സോ ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫിലൂടെ ഐ ഹോപ്പ് അങ്ങനത്തെ ചില ട്രെഷേഴ്സിനെ അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉള്ളൊരു ആഗ്രഹമുണ്ട്.
I hope more people think about it.